മിഷൻ കേരള ദൗത്യത്തിന് തന്ത്രങ്ങളൊരുക്കാൻ മുന്നണികൾ, തുടർഭരണം ഉറപ്പിക്കാൻ മിഷൻ 110 വികസന മാർഗരേഖയുമായി LDF. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് മധുസൂദൻ മിസ്ത്രി ചൊവ്വാഴ്ച കേരളത്തിൽ. കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചുനിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ്. തൂക്കുമന്ത്രിസഭയ്ക്ക് സമ്മർദ്ദശക്തിയാകാൻ BJP. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഇന്നത്തെ കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി. AK ബാലൻ ഓർമ്മിപ്പിച്ചത് UDF കാലത്തെ കേരളത്തിന്റെ ചിത്രം. 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി. ബാലൻ വാ തുറന്നാൽ ഉള്ള വോട്ട് പോകുമെന്നും ചുമതലയില്ലാത്ത ആൾ എന്തിനു മാധ്യമങ്ങളെ കാണുന്നുവെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. കേസിൽ D മണിയുടെ പങ്ക് കണ്ടെത്താനായില്ല. പ്രവാസി വ്യവസായിയുമായുള്ള പരിചയത്തിനും തെളിവില്ല. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്തു വിട്ടു. നാളെയും ഹാജരാകണം. തൊണ്ടി മുതൽ എവിടെയെന്ന് SIT പറയണമെന്ന് രമേശ് ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്ന് പരാമർശം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി 2ാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി. അതിജീവിതയ്ക്ക് കൈമാറിയ പൊതിയിൽ എന്തെന്ന് അറിയില്ലായിരുന്നുവെന്ന മൊഴി. തെരുവുനായ ശല്യത്തിൽ മൃഗസ്നേഹികൾക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളുടെ ശത്രുക്കളായ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കോടതി. നായ്ക്കളെ ഇല്ലാതാക്കുന്നത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്ന മൃഗസ്നേഹികൾ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് തെരുവിലേക്കിറക്കിവിട്ട വളർത്തുനായ്ക്കളുടെ കടിയേറ്റ് +2 വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. MSC എൽസാ-3 കപ്പൽ അപകടത്തിൽ 1227 കോടി 62 ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് കപ്പൽ കമ്പനി. പിടിച്ചുവെച്ചിരുന്ന MSC അക്കിരേര 2 കപ്പലിനെ വിട്ടയച്ചു. നഷ്ടപരിഹാര കേസിൽ വിധി അനുകൂലമായാൽ തുക സംസ്ഥാനത്തിന് ലഭിക്കും.